Welcome to Mastermind Education online classes. Today we will discuss about the Unit 2 Role and Status, Nature and Types എന്ന് പറയുന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പദവി പങ്ക് എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശകലനം ചെയ്യുകയുണ്ടായി. അതിൽ പങ്കിനെ കുറിച്ചായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും അവലോകനം ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റാറ്റസ് അഥവാ പദവി എന്താണ് എന്നതിനെക്കുറിച്ച് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥി എന്നതാണെങ്കിൽ, അയാൾ നിർവഹിക്കപ്പെടുന്ന പഠനം എന്ന് പറയുന്നത് അതിൻ്റെ പങ്കാണെങ്കിൽ, ഇന്ന് നമ്മൾ ആ ഒരു സ്റ്റാറ്റസിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും വിശകലനം ചെയ്യുന്നത്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സാമൂഹിക പദവി അല്ലെങ്കിൽ സ്ഥാനത്തെയാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അഥവാ ഒരാൾക്ക് സമൂഹത്തിലുണ്ടാകുന്ന സ്ഥാനത്തെയാണ് പദവി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരാൾ തന്നെ വ്യത്യസ്ത തരം പദവികൾ അനുഭവിക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. അഥവാ ഒന്നിലധികം പദവികളുടെ സംയോജനത്തെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി പദവികൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും വ്യത്യസ്തപ്പെട്ടിരിക്കാം. അഥവാ അതിൽ തന്നെ പദവികളിൽ തന്നെ വിദ്യാഭ്യാസം, അറിവ്, സമ്പത്ത്, ജീവശാസ്ത്ര സവിശേഷത എന്നിവയുടെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പദവികൾ വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പോൾ പദവികൾ ഓരോ സമൂഹത്തിലും വ്യത്യസ്തപ്പെട്ടിരിക്കും. വിദ്യാഭ്യാസം നേടിയ വ്യക്തിക്ക്, കൂടുതൽ വിദ്യാഭ്യാസം ആർജിച്ച വ്യക്തിക്ക് അയാൾക്ക് കിട്ടുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ പദവികൾ എന്തായിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ അറിവ്, നോളജ് എന്ന് പറയുന്നത് അതൊരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ആ അറിവ് ലഭിച്ച വ്യക്തിക്ക് എന്തായിരിക്കും, സമൂഹത്തിൽ അയാൾക്കുണ്ടാകുന്ന സ്ഥാനം വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് സമ്പത്ത്. സമ്പത്തുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരമുണ്ട്. അപ്പൊ സമ്പത്ത് കൂടിയ ആൾക്ക് സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സമ്പത്തിൽ വരുന്നതാണ് വലിയ വീടുകൾ, കാറുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് എന്തായിരിക്കും, സമൂഹത്തിൽ അവരുടെ സ്റ്റാറ്റസ് വ്യത്യാസപ്പെട്ടിരിക്കും. മറ്റൊന്ന് ജീവശാസ്ത്രമായ സവിശേഷത. അഥവാ ഓരോ വ്യക്തികൾക്കും അവരുടെ ശരീരത്തിൻ്റെ ഘടനയിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ചില വ്യക്തികൾക്ക് എന്തായിരിക്കും, ജീവശാസ്ത്രപരമായ ഘടനയിൽ വളരെയധികം കഴിവുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും പദവികൾ എന്തായിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ വ്യക്തിയുടെയും സ്ഥാനത്തിനനുസരിച്ചായിരിക്കും അയാളുടെ പദവി നിർണയിക്കപ്പെടുന്നത്. ഇനി പദവിയെക്കുറിച്ച് പ്രധാനമായിട്ടും രണ്ട് സമീപനങ്ങളാണ് നിലനിൽക്കുന്നത്. ഒന്ന്, സാമൂഹിക ഘടനയിൽ വഹിക്കുന്ന സ്ഥാനം. അഥവാ ഒരു വ്യക്തി സമൂഹത്തിൻ്റെ ഘടനയിൽ വഹിക്കുന്ന സ്ഥാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമൂഹിക ഘടനയിൽ വഹിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ സമീപനം. രണ്ടാമത്തെ സമീപനം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ റാങ്കിനെ കുറിച്ചുള്ള സമീപനം, അഥവാ റാങ്കിനെ കുറിച്ചുള്ള സ്റ്റാറ്റസ്. റാങ്കിനെ കുറിച്ചുള്ള സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ്, രാഷ്ട്രീയപരമായി, സാംസ്കാരികപരമായി, അതുപോലെ തന്നെ സാമ്പത്തികപരമായി ഒക്കെ എന്താണ് അദ്ദേഹത്തിന് സമൂഹത്തിലുണ്ടാകുന്ന സ്റ്റാറ്റസ്, റാങ്കുകൾ, അല്ലെങ്കിൽ അയാൾക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സ്ഥാനം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ സ്റ്റാറ്റസിനെയാണ് നമ്മൾ രണ്ട് സമീപനങ്ങളിൽ ഉണ്ടാകുന്നത്. ഒന്ന് സാമൂഹ്യ ഘടനയിൽ ഉണ്ടാകുന്ന സ്ഥാനവും മറ്റൊന്ന് റാങ്കിനെ കുറിച്ചുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഡെഫിനിഷൻസ് ഓഫ് ദി സ്റ്റാറ്റസ്? സ്റ്റാറ്റസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ട് രണ്ട് ഡെഫിനിഷനാണ് ഓർത്ത് വെക്കേണ്ടത്. അക്കോർഡിംഗ് ടു ദ ഒക്ബേൺ ആൻഡ് നിംകോഫ്.
ഒക്ബറിൻ്റെയും നിംകോഫിൻ്റെയും ഡെഫിനിഷനാണ് ഓർത്തു വെക്കേണ്ടത്. അവർ പറയുന്നത് എന്താണ്? റാങ്ക് ഓർഡർ സ്ഥാനത്തെക്കുറിച്ചാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിൽ ഓർത്തു വെക്കേണ്ട ഈ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് ഓർഡർ സ്ഥാനമാണ്, അഥവാ ഒരു വ്യക്തിക്ക് സമൂഹത്തിലോ ഗണത്തിലോ ഉള്ള സ്ഥാനം എന്താണ്? റാങ്ക് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരാളാണ് ലെൻബർഗ് എന്ന് പറയുന്നത്. ലെൻബർഗ് പറയുന്നത് എന്താണ്? സ്ഥാനത്തിനനുസൃതമായ അന്തസ്സ്, ബഹുമാനം എന്നിവ ഒരു വ്യക്തിക്ക് നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ ഈ ഒരു ലെൻബർഗിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അഥവാ ഒരു വ്യക്തിക്ക് സമൂഹത്തിലുണ്ടാകുന്ന സ്ഥാനം എന്താണ്? അയാളുടെ സ്ഥാനത്തിനനുസൃതമായിട്ടുള്ള അന്തസ്സ്, ബഹുമാനം എന്നിവ ലഭിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്റ്റാറ്റസിനെയാണ് എന്ത് പറയുക? ഈ ഒരു രണ്ടാമത്തെ ഡെഫിനിഷനായി നമുക്ക് കാണേണ്ടത്. അപ്പോൾ രണ്ട് ഡെഫിനിഷൻ ഇതിൽ ഓർത്തു വെക്കണം. ഒന്നാമത്തെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ഡെഫിനിഷൻ ഏതാണ്? ഒക്ബേൺ ആൻഡ് നിംകോഫിൻ്റെ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനിൽ ഓർത്തു വെക്കേണ്ടത് റാങ്ക് ഓർഡർ വഴിയുള്ള സ്ഥാനത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു പദവി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ സ്ഥാനത്ത് ഒരു വ്യക്തിക്ക് സമൂഹത്തിലുണ്ടാകുന്ന സ്ഥാനത്തിനനുസൃതമായി ലഭിക്കുന്ന എന്താണ്? അന്തസ്സ്, ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സ്റ്റാറ്റസിനെയാണ് എന്ത് പറയുക? രണ്ടാമത്തെ ഡെഫിനിഷനായിട്ട് കണക്കാക്കുന്നത്. ഇനി നേച്ചർ ഓഫ് സ്റ്റാറ്റസ്, സ്റ്റാറ്റസിൻ്റെ നേച്ചർ എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഓരോ ഉത്തരവാദിത്വം, അതിന് ബാഹ്യ ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ എന്താണ്? ബാഹ്യ ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ പദവിക്കും എന്തുണ്ടായിരിക്കും? അതിൻ്റേതായിട്ടുള്ള ബാഹ്യ ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തേത് കടമകൾ, അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. ഓരോ വ്യക്തിക്കും എന്തുണ്ടായിരിക്കും? അവരവരുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള റോളുകൾക്കനുസരിച്ച് കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ അവകാശങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. അപ്പോൾ 2 പോയിന്റുകൾ അതിൽ ഓർത്തു വെക്കുക. മൂന്നാമത്തേത് ചില മാനദണ്ഡങ്ങൾ പദവികളെ നിയന്ത്രിക്കുന്നു. 3 ചില മാനദണ്ഡങ്ങൾ എന്ത് ചെയ്യുന്നു? പദവികളെ നിയന്ത്രിക്കുന്നു. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ്, പ്രാധാന്യത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് സ്റ്റാറ്റസ് വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രാധാന്യം എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടതാണ്. എന്ത്? ഒരു ജില്ലാ കളക്ടർക്ക് ഉണ്ടാവേണ്ട സ്ഥാനമായിരിക്കില്ല ഒരു കർഷകൻ ഉണ്ടാവുക. അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് പ്രാധാന്യം. ഓരോ സ്റ്റാറ്റസിനനുസരിച്ച് സമൂഹത്തിലുണ്ടാകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ, ക്വാളിഫിക്കേഷൻ്റെ, അല്ലെ അറിവിൻ്റെ, സമ്പത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്തുണ്ടായിരിക്കും? വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് പ്രാധാന്യത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് സ്റ്റാറ്റസ് മാറുന്നു എന്ന് പറയുന്നിടത്ത് ഓർത്തു വെക്കേണ്ടത്. ഇനി 5ാമത്തെ പോയിന്റ്, സാമൂഹ്യ ക്രമത്തിനും സാമൂഹിക സ്ഥിരതക്കും സംഭാവന നൽകുന്നു. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക ക്രമം നിലനിർത്താനും അതുപോലെ തന്നെ എന്താണ്? സാമൂഹിക സ്ഥിരതക്കും സംഭാവന നൽകുന്നു. അതാണ് സ്റ്റാറ്റസിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി അടുത്ത പോയിന്റാണ്, സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ശ്രേണീപരമാണ്, അഥവാ ശ്രേണിയുടെ അടിസ്ഥാനത്തിലാണ്. അഥവാ ഉയർന്ന നിലയിലുള്ള ആളുകളും താഴ്ന്ന നിലയിലുള്ള ആളുകളും തമ്മിൽ അവർക്ക് എന്തുണ്ടായിരിക്കും? ഓരോ ശ്രേണീപരമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, സമ്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും? ഓരോ വ്യക്തികളും തമ്മിൽ ശ്രേണീപരമായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നേച്ചർ ഓഫ് സ്റ്റാറ്റസ് എന്നതിൽ ഓർത്തു വെക്കേണ്ടത്. ഏകദേശം 6 പോയിന്റുകൾ നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കണം. ഇനി വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സ്റ്റാറ്റസ്? സ്റ്റാറ്റസ് വ്യത്യസ്ത തരം എന്നുള്ളതിലാണ് ഓർത്തു വെക്കേണ്ടത്. അതിൽ 2 തരത്തിൽ ഓർത്തു വെക്കണം. ഒന്ന് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, 2 അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ജന്മനാൽ നമുക്ക് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ളതാണ് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. അതിന് ഉദാഹരണത്തിലേക്ക് പോയാൽ മനസ്സിലാക്കാൻ പറ്റും. ജന്മനാൽ നമുക്ക് ലഭിക്കുന്നതാണ് വയസ്സ്, ജാതി, ലിംഗം, മതം തുടങ്ങിയവയൊക്കെ. അത് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്, ഒരിക്കലും മാറ്റപ്പെടുത്താൻ സാധിക്കാതെ സ്ഥിരമായിട്ടുള്ളതാണ്.
അഥവാ എന്താണ് ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ അവനിൽ എന്താണ് ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്ന ഒന്നാണ് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്താണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ കഴിവുകൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു, നേടിയെടുക്കുക. അപ്പൊ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ എന്താണ് അയാളുടെ ജീവശാസ്ത്രപരമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ, അയാളുടെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ എന്താണ് അയാളുടെ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ അയാൾ നേടിയെടുക്കുക. സ്വന്തമായ കഴിവനുസരിച്ച് നേടിയെടുക്കുന്നതിനെയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള സ്റ്റാറ്റസ് ഓർത്ത് വെക്കണം. ഇനി മറ്റൊരു സ്റ്റാറ്റസ് ആണ് മാസ്റ്റർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. മാസ്റ്റർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരെക്കാൾ മുൻതൂക്കം നേടുന്നത്. ചില പ്രവർത്തനങ്ങളിൽ, ചില ഉത്തരവാദിത്തങ്ങളിൽ, ചില കടമകളിൽ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെക്കാൾ ചില വ്യക്തികൾ മുൻതൂക്കം നേടുന്നതാണ്, അല്ലെ മുൻതൂക്കം നേടിയെടുക്കുന്നതാണ് എന്ന് പറയുന്നത് മാസ്റ്റർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ, വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന സ്ഥാനത്തെയാണെന്ന് പറയാം സ്റ്റാറ്റസ് എന്നാണ് നമ്മൾ ആദ്യമായി ടോപ്പിക്കിൽ ഓർത്തു വെക്കേണ്ടത്. ഇനി സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറഞ്ഞാലാണ് രണ്ടാമത്തെ പോയിന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ് സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറഞ്ഞാൽ. ഒരേ സമയം വ്യത്യസ്തമായ പദവികൾ വഹിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സംയോജനത്തെയാണ്, അല്ലെങ്കിൽ ഒരുപാട് പദവികൾ വഹിക്കുമ്പോഴുണ്ടാകുന്ന കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാറ്റസ് സെറ്റ് എന്ന് സൂചിപ്പിക്കുന്നു. ഒന്നിലധികം പദവികൾ ഒരു വ്യക്തി തന്നെ ഒരേ സമയം ഒന്നിലധികം പദവികൾ എന്ത് ചെയ്യുന്നു, നിർവഹിക്കുന്നു അല്ലെങ്കിൽ വഹിക്കുന്നു. ആ വഹിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് വിദ്യാഭ്യാസം, അറിവ്, സമ്പത്ത്, ജീവശാസ്ത്രപരമായ സവിശേഷതകൾ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, വ്യക്തികൾ നേടിയെടുക്കുന്നു. ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ടത് വാട്ട് ആർ ദ നേച്ചർ ഓഫ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അതിൽ ഏകദേശം 6 പോയിന്റുകൾ നമ്മൾ ഓർത്ത് വെക്കണം. ഇതിൽ ബാഹ്യ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും സമൂഹത്തിൽ വ്യത്യസ്തമായ ചിഹ്നങ്ങളുണ്ടാകും. ഒരു അധ്യാപകന് അയാളുടേതായിട്ടുള്ള ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെതായ ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു കലക്ടർക്കും ഒരു പോലീസ് ഓഫീസർക്കും എന്തുണ്ടായിരിക്കും, അയാളെ അറിയപ്പെടാനുള്ള ഒരു ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ബാഹ്യ ചിഹ്നങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം പോലീസുകാരുടെ എന്തായിരിക്കും സ്റ്റാറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ്, ബാഹ്യ ചിഹ്നങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇത്രയും 6 പോയിന്റുകൾ ഈ ടോപ്പിക്കിൽ ഓർത്തു വെക്കണം. ഇനി മറ്റൊന്നാണ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റസ്. അത് 2 തരാനുള്ളത്. ഒന്ന് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, മറ്റൊന്ന് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്നാണ് സ്ഥിരതയുള്ള സ്റ്റാറ്റസ്. നമ്മൾ ജനിച്ച ഉടനെ തന്നെ ജന്മനാൽ ലഭിക്കുന്നതാണ്, മാറ്റമില്ലാത്തതാണ്. അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കഴിവ് മൂലം അയാൾ നേടിയെടുക്കുന്നതാണെന്ന് പറയുന്നത് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഒരു ഭാഗമാണ് മാസ്റ്റർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ മുൻതൂക്കം നേടുന്നതാണെന്ത്, മാസ്റ്റർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ ഓർത്ത് വെക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. അതെല്ലാ വിദ്യാർത്ഥികളും ഓർത്ത് വെക്കുക. താങ്ക്സ്.